അകത്തിങ്ങനെ പറയുന്നു, നിന്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്ന് നീട്ടും, നീ നിന്റെ ശത്രുക്കളുടെ മുൻപേ വാഴുക. കർത്താവ് എന്തിനാ നമ്മളെ വിളിച്ചേ? എന്തിനാ നമ്മളെ ഉണ്ടാക്കിയേ? വാഴാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാ ഉളവാക്കിയേ? വാഴുക. അവൻ ഈ വാക്ക് ആദ്യമായി പറയുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിനകത്താണ്. ഹല്ലേലൂയ. മനുഷ്യനെ ഉണ്ടാക്കി. ആമേൻ. ഹല്ലേലൂയ. ദൈവം അവൻ മനുഷ്യന് വേണ്ടി അതിനു മുന്നേ സകല ചരാചരങ്ങളെയും ഉണ്ടാക്കി മനുഷ്യനെ സകലത്തിൻ്റെ മുൻപിൽ കൊണ്ടുവന്നിട്ട് അവരോട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: വാഴുക. ഹല്ലേലൂയ. വാഴുക. ഹല്ലേലൂയ. പക്ഷേ പാപമുഖാന്തരമായി വാഴ്ച നഷ്ടപ്പെട്ടപ്പോ ഹല്ലേലൂയ സ്വർഗം അതിലേക്ക് റീസ്റ്റോർ ചെയ്യാനായിട്ട് അവൻ നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ കൃപയുടെ ചെങ്കോൽ നീട്ടുകയാണ്. അതാ ഇവിടെ പറയുന്നേ, ബലം നഷ്ടപ്പെട്ടു പോയ മനുഷ്യന് വേണ്ടി സ്വർഗം ഹല്ലേലൂയ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന ഒന്നുണ്ട്, തൻ്റെ ചെങ്കോൽ. എന്ത് ചെങ്കോലാണ്? ബലമുള്ള ചെങ്കോൽ സിയോനിൽ നിന്ന് നീട്ടും. നിന്റെ ബലമുള്ള ചെങ്കോൽ എന്ന് വെച്ചാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി ഒരു ചെങ്കോൽ നീണ്ടുവരുന്നുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി ഒരു ചെങ്കോൽ നീണ്ടുവരുന്നുണ്ട്. അതൊരു സാധാരണ ചെങ്കോലല്ല, അവൻ ബലമുള്ള ചെങ്കോൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതൊരു ബലമുള്ള ചെങ്കോലാണ്. എന്താ ഈ ചെങ്കോൽ എന്നറിയാമോ? ഇത് ഒരു അധികാരത്തിന്റെ ചിഹ്നമാണ്. ആമേൻ. ഹല്ലേലൂയ. ഒരു അധികാരത്തിന്റെ ചിഹ്നമാണ് ചെങ്കോൽ എന്ന് പറയുന്നത്. രാജാക്കന്മാരുടെ കയ്യിൽ ഒരു പൊൻചെങ്കോലുണ്ട്. ഹല്ലേലൂയ. തങ്ങൾക്ക് കൃപ തോന്നുന്നവർക്ക് വേണ്ടി നീട്ടാൻ വേണ്ടി കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ചെങ്കോൽ. നമുക്കറിയാം, എസ്തറിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിനെ 5-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെ കാണുവാൻ കഴിയും. എസ്തറിന്റെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 2-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ വായിക്കും: എസ്തർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവളോട് കൃപ തോന്നി. തൻ്റെ കയ്യിലിരുന്ന പൊൻചെങ്കോൽ രാജാവ് എസ്തറിന്റെ നേരെ നീട്ടി. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടോ? ഇറക്കം വരുന്നോ? ഹല്ലേലൂയ. നല്ല ചൂടാണ് വെളിയിൽ. ഹല്ലേലൂയ. അകത്ത് AC ഉള്ളതുകൊണ്ട് തണുപ്പിച്ചിരുത്തേക്കാണ്. ഉറങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. ഓക്കെ, അവിടെ വചനം പറയുന്നു, എസ്തർ രാജ്ഞിയുടെ നേരെ രാജാവ് തൻ്റെ പൊൻചെങ്കോൽ നീട്ടാനുള്ള കാരണം തൊട്ടു മുൻപിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു: കൃപ തോന്നിയിട്ട്. ഹല്ലേലൂയ. എന്ത് തോന്നിയിട്ടാണ് ചെങ്കോൽ നീണ്ടുവന്നത്? കൃപ തോന്നിയിട്ട്. നേരത്തെ കൃപ എന്തെന്ന് ഞാൻ പലതവണ പ്രസംഗിച്ചിട്ടുണ്ട്. ഒത്തിരി റിപ്പീറ്റ് ചെയ്യുന്ന, ഒത്തിരി വിശദീകരിക്കുന്നില്ല. കൃപ എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്ത സ്ഥാനത്ത് അവൻ അധികാരമുള്ളവരുടെ കയ്യിൽ നിന്ന് അർഹതയില്ലെന്ന് ലോകം പറയുന്നവരിലേക്ക് നീളുന്ന ഒന്നാണ് കൃപ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നു, അഹശ്വേരോശ് രാജാവിന് എസ്തർ രാജ്ഞിയോട് കൃപ തോന്നിയിട്ട് തൻ്റെ കയ്യിലിരുന്ന പൊൻചെങ്കോൽ താൻ എസ്തറിന് നേരെ നീട്ടുക. എന്തായിരുന്നു എസ്തർ രാജ്ഞിയുടെ അന്നേരത്തെ അയോഗ്യത എന്ന് ചോദിച്ചാൽ, രാജാവിൻ്റെ അടുക്കലേക്ക് രാജാവ് വിളിക്കാതെ ആർക്കും കയറി ചെല്ലാനൊക്കത്തില്ല. എസ്തർ രാജ്ഞിക്കും കയറി ചെല്ലാൻ സമയമായിട്ടില്ല. പക്ഷേ താൻ കയറി ചെല്ലുകയാണ്. ഹല്ലേലൂയ. പക്ഷേ താൻ കയറി ചെല്ലുകയാണ്. എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ, ദൈവം എന്തിനു വേണ്ടി തന്നെ രാജസ്ഥാനത്താക്കിയോ ആ ദൗത്യം നിറവേറ്റാൻ വേണ്ടി. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണോ എസ്തറിനെ ദൈവം രാജസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്, ആ ദൗത്യം നിറവേറുവാൻ. ഇന്ന് പകൽക്കാലം ഞാൻ ഇങ്ങനെ പറയും, ദൈവസന്നിധിയിൽ നിൽക്കുന്ന, കർത്താവിനാൽ വിളിക്കപ്പെട്ട, ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വിളിച്ചിരിക്കുന്ന ഒരു വിളിയുണ്ട്. നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ചില നിയോഗങ്ങളുണ്ട്. ആ നിയോഗത്തിന് വേണ്ടി നിൽക്കാൻ സ്വന്തം ജീവനെ ഭയപ്പെടാതെ ദൈവസന്നിധിയിൽ ദേശത്തിന്റെ നടുവിൽ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന, ദൈവം എത്തിച്ച നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന നിയോഗങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ പൊൻചെങ്കോൽ നീണ്ടുവരും. ഹല്ലേലൂയ. ഒരു കൃപയുടെ പൊൻചെങ്കോൽ നീണ്ടുവരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ഇന്ന് പകൽക്കാലം ഞാൻ ഇങ്ങനെ പറയും, ജീവിതത്തിനകത്ത് പ്രശ്നമില്ലെന്നല്ല, പക്ഷെ പ്രശ്നത്തെ നേരിടുവാൻ ദൈവത്തെ അറിഞ്ഞൊരു ദൈവ പൈതലിന് ആമേൻ അതിൻ്റെതായ ഒരു മാർഗമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ലൈഫിനകത്ത് പ്രതികൂലം വരത്തില്ലെന്നല്ല, നമ്മുടെ ലൈഫിനകത്ത് പ്രശ്നം വരത്തില്ലെന്നല്ല, പക്ഷേ ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ളവർ പ്രശ്നത്തെ നേരിടുന്നത് പോലെ ആയിരിക്കരുത് ഞാനും നിങ്ങളും പ്രശ്നത്തെ നേരിടുന്നത്. ബാക്കിയുള്ളവർ പ്രശ്നത്തെ നേരിടുന്നത് പോലെ ആയിരിക്കരുത് നമ്മൾ ആ പ്രതിസന്ധിയെ, ആ പ്രശ്നത്തെ നേരിടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഹല്ലേലൂയ. കേട്ട് കളയരുത്. ഹല്ലേലൂയ, ആമേൻ. കേട്ട് കളയരുത്, ഉറങ്ങരുത്. ഉറക്കം വരുന്നവർ എഴുന്നേറ്റ് 2 കൈ ഉയർത്തി ഹല്ലേലൂയ പറയണം. ഹല്ലേലൂയ. ഇല്ലേ ഞാൻ ഇവിടെ ഒന്ന് പേര് വിളിച്ച് പറഞ്ഞ് എഴുന്നേൽപ്പിച്ച് നിർത്തും. ഹല്ലേലൂയ. ഓക്കെ, നിങ്ങൾ ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് ഇത്രയും. അപ്പം എല്ലാവർക്കും പ്രശ്നമുണ്ട്, എല്ലാവർക്കും പ്രതിസന്ധി ഉണ്ട്, എല്ലാവർക്കും നമ്മൾ പാടും ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം എന്ന് പാടുമ്പോഴും ഹല്ലേലൂയ ആമേൻ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ചുമ്മാതല്ല. എന്തുകൊണ്ടാന്നുകൂടെ പൂർണ്ണമായി നമ്മൾ തിരിച്ചറിഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, ആ പ്രശ്നത്തിന്റെ നടുവിൽ, ആ പ്രതികൂലത്തിന്റെ നടുവിൽ നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ആ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു കർത്താവിന്റെ കരമുണ്ട്. ഹല്ലേലൂയ. പ്രതിസന്ധിയുടെ നടുവിൽ ലോക മനുഷ്യൻ ഒറ്റയ്ക്കാണെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി പ്രശ്നത്തിന്റെ നടുവിൽ ഒറ്റയ്ക്കല്ല, പ്രതികൂലത്തിന്റെ നടുവിൽ ഒറ്റയ്ക്കല്ല. നമ്മൾ പലപ്പോഴും പറയും എന്റെ കൂടെ ആരുമില്ല സിസ്റ്ററെ, ഞാൻ ഒറ്റയ്ക്കാ, എന്നെ സഹായിക്കാൻ ആരുമില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല, എന്നെ കൈത്താങ്ങാൻ ആരുമില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ ഒരു ഉറപ്പ് തരാം, ആരും കൂടെ ഇല്ലെങ്കിലും നമ്മുടെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരുവൻ, നമുക്ക് പ്രതികൂലം വരുമ്പോ അവൻ അതുകൊണ്ട് ചിരിച്ചേണ്ട സ്വർഗത്തിൽ ഇരിക്കുന്നവനല്ല ഞാനും നിങ്ങളും ആരാധിക്കുന്നത്, നമ്മുടെ പ്രശ്നത്തിന് നടുവിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നവൻ. പ്രശ്നത്തിന് നമ്മുടെ കയ്യിൽ പരിഹാരം കാണത്തില്ല, പക്ഷെ നമ്മളെ വിളിച്ചിറക്കിയവന്റെ കയ്യിൽ പരിഹാരമുണ്ട്. ചില പ്രശ്നങ്ങൾ ദൈവം അനുവദിച്ചിട്ടുണ്ടോ, അതിനകത്ത് കർത്താവിന്റെ സാന്നിധ്യം കൂടെയുണ്ട്. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ പ്രശ്നത്തെ നേരിടുന്ന രീതിയാ ദൈവം നമ്മളെ നോക്കുന്നേ. ഹല്ലേലൂയ. നമ്മൾ പറയും കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന പ്രശ്നത്തിനകത്ത്, ഞാൻ അനുഭവിക്കുന്ന വേദനയ്ക്കകത്ത്, ഞാൻ അനുഭവിക്കുന്ന ഭാരത്തിനകത്ത് എനിക്ക് അങ്ങയുടെ സഹായം വേണം, അങ്ങയുടെ കൃപയുടെ ദൃഷ്ടി എൻ്റെ മേൽ വരണം, അങ്ങയുടെ കൃപയുടെ പൊൻചെങ്കോൽ എനിക്ക് വേണ്ടി നീളണം. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് ഇഷ്ടമാ നമ്മുടെ പ്രശ്നത്തിനകത്ത് നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ. പക്ഷെ നമ്മൾ എങ്ങനെയാ ആ പ്രശ്നത്തെ നേരിടുന്നത്, നമ്മൾ എങ്ങനെയാ പ്രതികൂലത്തെ നേരിടുന്നത്? ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന നിയോഗങ്ങൾക്കകത്ത്, ദൈവം നമ്മളെ ആക്കി വെച്ചിരുന്ന സ്ഥാനത്തിനകത്ത് ഒരു പ്രശ്നം വരുമ്പോഴും അവൻ ഏത് സാഹചര്യം നോക്കാതെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി അതിന്റെ നടുവിൽ ഉറച്ചിരിക്കാൻ നമുക്ക് പറ്റുമോ? അവിടെ വിടുതൽ വരുന്നേ, അവിടെ വിടുതൽ വരുന്നേ. ഹല്ലേലൂയ, ആമേൻ. എസ്തേറിനെ അറിയാന്നുള്ള എത്ര പേരുണ്ട്? അങ്ങനെ കൈ പൊക്കല്ലേ, സത്യമായിട്ട് എനിക്ക് കണ്ണ് കാണാൻ മേല. ഹല്ലേലൂയ. കള്ളം പറയുവല്ല, എനിക്കിങ്ങനെ വെച്ച് ഞാനെങ്ങനെ കാണുന്നേ? ഒന്ന് കര ഉയർത്തി നന്നായിട്ട്. എസ്തേറിനെ അറിയാം, ഞാൻ ആ പുസ്തകം വായിച്ചിട്ടുണ്ട്, സത്യമാണല്ലോ അല്ലേ? ഓക്കെ, കരങ്ങളെ ഉയർത്തി താഴ്ത്തി വിട്ടോളൂ. കുറച്ച് പേരേ ഉള്ളൂ, അതുകൊണ്ട് ചെറുതായിട്ട് ആമേൻ ഒന്ന് പറഞ്ഞിട്ട് ഓടാം. ഹല്ലേലൂയ. എസ്തർ അഹശ്വേരോശ് രാജാവിൻ്റെ രാജ്ഞിയായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. പുള്ളിക്കാരത്തെ ഒരു സാധാരണക്കാരി ആമേൻ പ്രവാസിയായി അഹശ്വേരോശ് രാജാവിൻ്റെ രാജ്യത്തിനകത്തുണ്ടായിരുന്ന മൊർദെഖായിയുടെ വളർത്തുമകൾ എബ്രായ സ്ത്രീ ആയതുകൊണ്ട് ഒരു കാരണവശാലും രാജ്ഞി സ്ഥാനത്തേക്ക് വരുവാൻ യോഗ്യതയില്ലാതിരുന്നവൾ. പക്ഷെ എസ്തറിന്റെ പ്രത്യേകത, എസ്തറിനെ കാണുന്ന എല്ലാവർക്കും എസ്തറിനോട് പ്രീതി തോന്നും. ഹല്ലേലൂയ. അവൻ നിങ്ങൾ ചോദിക്കും സിസ്റ്റർ ഇതൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞു തരാം. ഞാൻ ആദ്യമൊക്കെ ഈ പ്രസംഗം എസ്തേറിനെയും മൊർദെഖായിയൊക്കെ പ്രസംഗിക്കുമ്പോൾ ഹല്ലേലൂയ, അത് കഴിഞ്ഞിറങ്ങുമ്പോൾ ഹല്ലേലൂയ ആമേൻ എല്ലാവരും ഇങ്ങനെ ബ്ലിങ്കസി ആയിട്ടിരിക്കുന്ന അതിൻ്റെ പാസ്റ്റർ ചോദിക്കും, നീ ഈ പറഞ്ഞ എസ്തേറും മൊർദെഖായിയും വല്ലവും ആൾക്കാർക്ക് മനസ്സിലായോ? സീരിയസ് ആയിട്ട്. ഹല്ലേലൂയ. കാരണം വേദപുസ്തകം തുറന്നാൽ ചിലർക്ക് സങ്കീർത്തനം മാത്രമേ വരത്തുള്ളൂ. ഹല്ലേലൂയ.
തുറക്കുമ്പോൾ ഏറ്റവും നടുക്ക് സങ്കീർത്തനം, എടുക്കാനും എളുപ്പം, വായിക്കാനും എളുപ്പം. ഹല്ലേലൂയ, ഒരു അധ്യായം പെട്ടെന്ന് തീരുമല്ലോ. ഹല്ലേലൂയ. ആമേൻ. അതും വരാത്തവരുണ്ട്, അവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ വരണം കേട്ടോ, കാരണം വചനം വായിച്ചാൽ വിടുതൽ വരും. ഹല്ലേലൂയ, വചനം വായിച്ചാൽ വിടുതലാകും. ആമേൻ. എൻ്റെ ഒരു സഹോദരി 1.5 മാസം കൊണ്ട് ബൈബിൾ വായിച്ച് തീർത്തു. മത്സരിച്ചതാ, അവിടെ നല്ലതായി. ഹല്ലേലൂയ, എല്ലാം നന്നായി. ആമേൻ. ആമേൻ. ഞാൻ ഇങ്ങോട്ട് വരട്ടെ. ഹല്ലേലൂയ. ഞാനൊരു കാര്യം ആമേൻ ജസ്റ്റ് ഞാൻ പറഞ്ഞു പോട്ടെ. ആമേൻ. ഹല്ലേലൂയ. മൊർദെഖായിയുടെ വളർത്തുമകളായിരുന്നു എസ്തർ. യോഗ്യതയില്ലാതിരുന്നിട്ടും രാജ്യസ്ഥാനത്തേക്ക് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവൾ. ഹല്ലേലൂയ. കുലം അറിയിച്ചിരുന്നില്ല, ജാതി അറിയിച്ചിരുന്നില്ല. ഇസ്രായേൽ യഹൂദന്മാരായ ഒരു കൂട്ടം പേർ അഹശ്വേരോശിന്റെ രാജ്യത്തിനകത്ത് മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്നെ മനസ്സിലാകുന്നുവോ? അഹശ്വേരോശിന്റെ രാജ്യത്തിനകത്ത് യഹൂദന്മാർ മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു സമയം. കാരണം യഹൂദന്മാരെ കയ്യേറ്റം ചെയ്യുവാൻ അവൻ അഹശ്വേരോശ് രാജാവിന്റെ രാജ്യത്തിനകത്തുള്ള സകല പേർക്കും അവൻ പെർമിഷൻ കൊടുത്തിട്ട് അവൻ മരണത്തെ മുഖാമുഖം കാണുന്ന ആ സമയത്ത് മൊർദെഖായി അവൻ എസ്തേറിനോട് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: അല്ലയോ എസ്തേറേ, അവൻ നീ ഇപ്പോൾ എഴുന്നേറ്റ് പ്രവർത്തിച്ചില്ലെങ്കിൽ ആമേൻ ഹല്ലേലൂയ, അത് ആമേൻ നീ ദൈവസന്നിധിയിൽ ചെയ്യുന്ന കുറവാണ്, കുറ്റമാണ്. യഹൂദന്മാരെ വിടുവിപ്പാൻ ദൈവത്തിനറിയാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം പറയാം. ഇതിനകത്ത് ദൈവിക നിയോഗങ്ങൾ തലമേൽ വന്നു വീണിട്ട് ഇന്നും ഒന്നും ചെയ്യാതെ എനിക്കെങ്ങും വയ്യ തല വെച്ച് കൊടുക്കാനെന്ന് പറഞ്ഞ് പുറകിലേക്ക് മാറ്റി നിർത്തുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം വ്യക്തമായി പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആലോചന പറയുക. നിങ്ങൾ പ്രവർത്തിക്കേണ്ട സമയത്ത് നിങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിലും ദൈവത്തിന് വിടുവിക്കേണ്ടവരെ വിടുവിക്കാൻ ദൈവം എഴുന്നേൽക്കും. ഹല്ലേലൂയ. പക്ഷേ നമ്മൾ പ്രവർത്തിക്കാത്തതിന്റെ കണക്ക് നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ടി വരും. എൻ്റെ കൂടുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും ഞാൻ അങ്ങോട്ട് പ്രാർത്ഥനയിൽ കയറി വന്നില്ലേലും അഡ്ജസ്റ്റ് ചെയ്ത് എൻ്റെ കാര്യമൊക്കെ എനിക്കറിയത്തില്ല. സത്യമായിട്ട് ഞാൻ ഈ ദൂതും കൊണ്ടല്ല വന്നേ. ഇതിവിടെ എഴുന്നേറ്റപ്പോൾ ഇപ്പോൾ ദൈവാത്മാവ് തന്ന കാര്യം ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് അങ്ങനെ ആലോചന പറയുക. അവൻ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ, ദൈവത്തിൻ്റെ നിയോഗത്തിന് വേണ്ടി നിൽക്കുവാൻ, നിന്റെ തലമേൽ കിടക്കുന്ന നിയോഗത്തെ അവഗണിച്ചിട്ട് ഏതെങ്കിലും ഒരു മൂലക്കകത്ത് ഒതുങ്ങിയിരുന്ന ഇപ്പൊ പോകുന്നത് സേഫ് എന്ന് യോന ചിന്തിച്ചതുപോലെ ചിന്തിച്ചാൽ ദൈവത്തിന്റെ കരം വരും, നിന്നെ പൊക്കും അതിനകത്തുനിന്ന്. ഹല്ലേലൂയ. നിന്നെ അതിനകത്തുനിന്ന് പുറത്തെടുത്തിരിക്കും. ഹല്ലേലൂയ. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒതുങ്ങി ഇരിക്കാനല്ല. നിങ്ങൾ ചിരിക്കുന്നിടം ഒരു വേള സേഫ് എന്ന് തോന്നിയാലും സ്വർഗം പറയില്ല, നിങ്ങളുടെ നിയോഗത്തിനകത്തേക്ക് നിങ്ങൾ കയറിയേ മതിയാകത്തുള്ളൂ. നിയോഗത്തിനകത്തോട്ട് കയറിയേ മതിയാകത്തുള്ളൂ. എസ്തേറിനോട് പറയുക, നീ ഇപ്പൊ പ്രവർത്തിച്ചില്ലേ യഹൂദന്മാർ രക്ഷപ്പെടും, കാരണം അത് ദൈവത്തിന്റെ പദ്ധതിയാ. പക്ഷെ നീയും നിന്റെ കുടുംബവും അശേഷമില്ലാതെ നഷ്ടമായി പോകും. എസ്തേറിന് മനസ്സിലായി, ഇത് എന്റെ മേൽ കിടക്കുന്ന നിയോഗത്തിന്റെ ടൈമാണ്. ഞാൻ ഒരു കാര്യം പറയാം, നിയോഗത്തിന്റെ കറക്റ്റ് ടൈമിന് എഴുന്നേൽക്കാൻ തക്കവണ്ണം നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ പ്രവൃത്തി നിങ്ങളുടേതായിരിക്കത്തില്ല, നടത്തിപ്പ് നിങ്ങളുടേതായിരിക്കത്തില്ല. ആമേൻ ഹല്ലേലൂയ. കാണുന്നത് സാധാരണ കാര്യമായിരിക്കത്തില്ല. അത്ഭുതങ്ങളെ കാണുവാൻ തക്കവണ്ണം ദൈവം ആ പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങളെ നിർത്തുവാനിടയായി തീരും. നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഒരുപക്ഷെ മിണ്ടാണ്ടിരിക്കുമായിരിക്കാം, പക്ഷെ ദൈവത്തിന്റെ പദ്ധതി നിങ്ങളിലൂടെ വെളിപ്പെടേണ്ടതിന് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതുപോലെ ഏൽപ്പിച്ചു കൊടുത്തേ മതിയാകത്തുള്ളൂ. മിണ്ടാതിരുന്നാൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും. ദൈവം വേറൊരു വഴി കണ്ടെത്തും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ലാസ്റ്റ് ഓപ്ഷൻ നമ്മളല്ല, ഫസ്റ്റ് ഓപ്ഷൻ നമ്മളാണെങ്കിൽ അതിനെ കളയരുത്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? ദൈവത്തിന്റെ ലാസ്റ്റ് ഓപ്ഷൻ ഏലിയാവേ, നീ പോയാൽ ഒരു എലീശ. പക്ഷെ ഏലിയാവ് ഏൽപ്പിച്ചു കൊടുത്താൽ ഏലിയാവിലൂടെ ചെയ്യും. ഹല്ലേലൂയ. ചിലർ പറയുന്ന കാര്യമുണ്ട്, ചർച്ചിനകത്ത് ഇത്രയും വിശ്വാസികളില്ലേ പാസ്റ്ററെ, അവരൊക്കെ അങ്ങ് ഉണ്ട്. ആളില്ലാഞ്ഞിട്ടല്ല ചില സെലക്ഷൻ നമ്മുടെ മേൽ വന്ന് വീഴുന്നത്. എപ്പോഴും ചിന്തിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
നിങ്ങൾക്കൊരു കാര്യം ദൈവനാമത്തിന് വേണ്ടി ചെയ്യാൻ അവസരം ലഭിച്ചാലേ, എനിക്ക് വയ്യ ഇന്നയാളുണ്ടല്ലോ എന്ന് പറഞ്ഞ് മാറി നിന്നാൽ ആര് ചെയ്യും? ഒരാളില്ലെങ്കിൽ വേറൊരാൾ അതിനു വേണ്ടി എഴുന്നേൽക്കും. ഇപ്പം ഞാനിവിടെ നിന്നില്ല, എനിക്ക് വേറൊരാൾ എഴുന്നേൽക്കും. അത്രേ ഉള്ളൂ. പക്ഷെ കർത്താവ് ആ സെലക്ഷൻ ഇട്ടെങ്കിൽ നമ്മുടെ മേല എന്ത് ചെയ്യണം? തക്ക സമയത്ത് അതിനെ ചെയ്തോണം. ഹല്ലേലൂയ. വേറൊരാൾ വരും. എസ്തർ പറയില്ല, എന്നെ എന്തിനു വേണ്ടി ദൈവമാക്കി വെച്ചിരിക്കുന്നു അതിനായി ഞാൻ എന്നെ സറണ്ടർ ചെയ്യുക. ഹല്ലേലൂയ. ആമേൻ. എഴുന്നേൽക്കാതിരുന്നാൽ എസ്തർ സേഫാ, ജീവന് ഭീഷണിയില്ല. അയ്യോ, എന്നെ കേൾക്കുന്നോ? എനിക്ക് മനസ്സിലായി, ആർക്കും ഇഷ്ടപ്പെട്ടില്ല. എല്ലാവരുടെ മുഖം വന്നിരിക്കുന്നു. ഒന്ന് ചിരിച്ചേ എല്ലാവരും, നല്ലതായിട്ടൊന്ന് ചിരിച്ചേ. ഹല്ലേലൂയ. സത്യമായിട്ട് പിണങ്ങല്ലേ? ഓക്കെ. ഹല്ലേലൂയ. എൻ്റെ കൂടെ വാ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. കർത്താവിൻ്റെ കരങ്ങൾ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. നമുക്ക് വിമുഖതയോടാണെങ്കിൽ മാറി നിൽക്കാം. പക്ഷെ കർത്താവ് പറയാം, നിന്നെ വിളിച്ചിറക്കിയിരിക്കുക. ഇതിനു വേണ്ടി ഇറങ്ങുമ്പോഴേ ചില കഷ്ടപ്പാട് കാണും, ചില പ്രതിസന്ധി വരും, ചിലപ്പോൾ വേദനിക്കേണ്ടി വരും. നിങ്ങളെ ആഗ്രഹം നല്ല രീതിയിൽ നിങ്ങൾ നിൽക്കണമെന്ന് ചിന്തിക്കുന്ന, നിങ്ങൾ നടത്തണമെന്ന് ചിന്തിക്കുന്ന വിഷയങ്ങൾ അതുപോലെ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ചിലത് ത്യജിക്കേണ്ടി വരും, ചിലതിനെ അവഗണിക്കേണ്ടി വരും. അതുകൊണ്ടല്ലേ നമ്മൾ ഇതിനകത്തിരിക്കുന്നേ. കർത്താവ് തൻ്റെ മഹത്വമുള്ള സിംഹാസനത്തെ, പിതാവിൻ്റെ വലത്തുഭാഗത്ത് തനിക്കുണ്ടായിരുന്ന സിംഹാസനത്തിന് അതാണ് വലുതെന്ന് പറഞ്ഞ് മുറുകെ പിടിക്കാതെ മനുഷ്യരൂപമെടുത്ത് ഈ ലോകത്തിലേക്ക് വന്നതുകൊണ്ട് നിത്യമരണത്തിന് വേണ്ടി വിധിക്കപ്പെട്ടിരുന്ന ഞാനും നിങ്ങളും ഇന്ന് നിത്യജീവനായി നിൽക്കുന്നത്. മറക്കല്ലേ. ഹല്ലേലൂയ. അതുപോലെ നമ്മളെ വിളിച്ചിരിക്കുന്ന ഓരോ വിളിയുണ്ട്. എന്നെ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മളെ വിളിച്ചിരിക്കുന്ന ഒരു വിളിയുണ്ട്. അതിനു വേണ്ടി നിൽക്കുമ്പോൾ ചിലപ്പോൾ ജീവനെ അവഗണിക്കേണ്ടി വരും. സന്തോഷത്തെ ചില സമയത്ത് നമ്മൾ നഷ്ടപ്പെടുത്തേണ്ടി വന്നെന്ന് വരാം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, വില കൊടുത്ത് നിൽക്കാൻ തയ്യാറുള്ളവന് വേണ്ടി സ്വർഗത്തിൻ്റെ ഒരു പൊൻചെങ്കോൽ സ്വർഗം നീട്ടുന്നുണ്ട്. വില കൊടുത്ത് ചിലതിന് വേണ്ടി നിൽക്കാൻ, ചിലർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ദേശത്തിന് വേണ്ടി ഇടിവി നിൽപ്പാൻ, കുടുംബത്തിന് വേണ്ടി ഇടിവി നിൽപ്പാൻ, തലമുറകൾക്ക് വേണ്ടി ഇടിവി നിൽപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നവനുണ്ടോ? ഇന്ന് വരെ അനുഭവിച്ച നിന്ദയാണെങ്കിലും, ഇന്ന് വരെ അനുഭവിക്കുന്ന പ്രശ്നമാണെങ്കിലും, ഇന്ന് വരെ അനുഭവിക്കുന്ന പ്രതികൂലമാണെങ്കിലും അതിന്റെ നടുവിൽ സ്വർഗത്തിന്റെ പൊൻചെങ്കോൽ നീളുന്നുണ്ട്. ആരും ഒരു നല്ല വാക്ക് പറഞ്ഞില്ലെങ്കിലും, ആരും നിനക്ക് അനുകൂലമായി വന്നില്ലെങ്കിലും, ചിലതിന് വേണ്ടി ഇടിവി നിൽക്കുന്നവരുണ്ടോ? സ്വർഗം നിന്നെ കാണുന്നുണ്ട്. നിനക്കാണെങ്കിൽ ഒഴിഞ്ഞു നിൽക്കാം കേട്ടോ, ഒഴിഞ്ഞു നിൽക്കാം. യോന ഓടിയതുപോലെ ഓടാം. ഓ ഹല്ലേലൂയ. ദൈവം എന്തിനാ നിങ്ങളെ വിളിച്ചതെന്നോ തിരിച്ചറിയുക. പ്രശ്നം എസ്തർ പറയുക, എനിക്ക് വേണമെങ്കിൽ ഒഴിയാം, ഞാൻ രാജസിംഹാസനത്തിനകത്ത് സേഫ്. പക്ഷേ വിളിച്ചില്ലെങ്കിലും രാജാവിൻ്റെ രാജധാനിയോളം കയറി ചെല്ലാൻ എസ്തർ ധൈര്യം കാണിക്കുക. പറയുക, എൻ്റെ ജീവനെ ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തൊരു സാഹചര്യത്തിലോട്ടാണ് ഞാൻ കയറി ചെല്ലുന്നേ. നിങ്ങൾ എനിക്ക് വേണ്ടി 3 ദിവസം ഉപവസിക്കുക. ഞാൻ കയറി ചെല്ലുമ്പോൾ രാജാവിൻ്റെ കയ്യിലൊരു പൊൻചെങ്കോലുണ്ട്. തൻ്റെ ഹൃദയത്തിനകത്ത് എനിക്ക് വേണ്ടി അത് നീട്ടാൻ രാജാവിന് ചിന്ത തോന്നിയില്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ പ്രഭാതം കാണാൻ എനിക്ക് ജീവൻ ഉണ്ടാകത്തില്ല. എസ്തർ പറയും, എന്നാലും ഞാൻ കയറി ചെല്ലും. എന്നെ ഏൽപ്പിച്ച, എന്നെ ആക്കി വെച്ചിരിക്കുന്ന നിയോഗത്തിന്റെ നിവർത്തീകരണത്തിനായി യാതൊന്നും കണ്ടില്ലേലും ഞാൻ കയറി ചെല്ലാൻ പോകുക. ഹല്ലേലൂയ. ഞാൻ കയറി ചെല്ലും. ഹല്ലേലൂയ. വചനം പറയുന്നു, തൻ്റെ ജീവനെ അവഗണിച്ചുകൊണ്ട് രാജാവിൻ്റെ വാൾമുനയിലേക്ക് ഒരാളെ ആ പ്രാർത്ഥനയിൽ മാത്രം ആശ്രയിച്ച് കയറി ചെല്ലുക, നെഞ്ചും വിരിച്ച്. ഹല്ലേലൂയ. പറ്റുമോ? നമുക്ക് പറ്റുമോ? ഓ
വീട് കിട്ടാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യാനിയല്ലെന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കണം നമ്മളാ. പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ദൈവത്തെ അറിയത്തോലും ഇല്ലെന്ന് പറയുന്നവരുണ്ട്. നിങ്ങളാരും അല്ല കേട്ടോ, അങ്ങനെയുള്ളവരുണ്ട്. എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥനയ്ക്ക് ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്ത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം സിസ്റ്റർ. ഞാൻ പ്രാർത്ഥിക്കത്തില്ല, എൻ്റെ ദൈവത്തെ വിൽക്കാൻ ഞാനില്ല. ഞാൻ പറയും ബുദ്ധിമുട്ടുണ്ട് സിസ്റ്ററെ, എനിക്ക് ആ വിഷയം പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടാണ്. എത്ര പേര് പ്രാർത്ഥിക്കും? അയ്യോ സിസ്റ്ററെ പാവമല്ലേ, ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞില്ല. ആണ്, പക്ഷേ ഞാൻ പ്രാർത്ഥിക്കത്തില്ല, ഉറപ്പാ. ഞാൻ പറയും കർത്താവേ ഇതിന് മാനസാന്തരം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും ഞാൻ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നിൽക്കാൻ പറ്റുമോ കർത്താവിന് വേണ്ടി ചങ്കുറപ്പോടെ? നമുക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിന് വേണ്ടി ചങ്കുറപ്പോടെ നിൽക്കാൻ പറ്റുമോ ഏത് സാഹചര്യത്തിലും? ആരൊക്കെയോ എൻ്റെ അടുത്ത് പിണങ്ങിയെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ തൻ്റെ ഇടത്തോടെ നിൽക്കണം. ആരാധനയ്ക്ക് പോവുക, വീട്ടിനകത്ത് നിങ്ങൾക്ക് പെർമിഷൻ ഇല്ലേ, നിങ്ങൾ ഒളിച്ചു വന്നാലും കുഴപ്പമില്ല. നാട്ടുകാരെ പേടിക്കരുത്. എവിടെ ആരാധനയ്ക്ക് പോകുന്നതെന്ന് ചോദിച്ചാൽ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ഒരു ചർച്ചയിൽ പോയാൽ ഞാൻ ആരാധിക്കുന്നെന്ന് പറയാനൊരു തൻ്റെ ഇടമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ പറയും എനിക്ക് ആ തൻ്റെ ഇടം ഉണ്ടെന്ന്? ഹല്ലേലൂയ, ആമേൻ. കർത്താവിന്റെ സ്തോത്രം. പറയണം ധൈര്യത്തോടെ, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സഭയ്ക്കകത്ത് ചെന്നിരുന്ന് ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നു പറയാൻ തൻ്റെ ഇടമുണ്ടായിരിക്കണം. ജീവൻ പോയാലും ഹല്ലേലൂയ, പ്രാണൻ പോയാലും കർത്താവിന് വേണ്ടി നിൽപ്പാൻ ഒരുക്കമുള്ള ഒരു തലമുറയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ പൊൻചെങ്കോൽ സ്വർഗ്ഗം നീട്ടുക. നിന്റെ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. എന്റെ കർത്താവ് അവസ്ഥയിൽ പ്രസാദിക്കുന്നവനല്ല, എന്റെ കർത്താവ് വ്യവസ്ഥയിൽ പ്രസാദിക്കുന്നവനാ. എന്റെ കർത്താവ് നിന്റെ ഹല്ലേലൂയ പരിതാപകരമായ അവസ്ഥ നോക്കിയല്ല പ്രസവിക്കുന്നത്, നിനക്ക് ദൈവത്തോടുള്ള മനോഭാവം നോക്കിയാ പ്രസാദിക്കുന്നത്. അയ്യോ സിസ്റ്ററെ, കണ്ണുനീർ കാണുമ്പോ മനസ്സലിയത്തില്ലേ? മനസ്സലിയും. നീ ആ സാഹചര്യത്തിനകത്താണെങ്കിൽ നിനക്ക് ദൈവത്തെ അറിയാമേല, കരഞ്ഞോണ്ടിരിക്കുക. കർത്താവ് പറയും നിനക്ക് വേണ്ടി ഞാൻ പ്രവൃത്തി വെളിപ്പെടുത്താം, നിന്നെ സൗഖ്യമാക്കും, നിന്റെ വിഷയത്തിനകത്ത് പരിഹാരം തരും. പക്ഷേ അടുത്ത നിമിഷം ഈ പ്രവർത്തിച്ച ദൈവം ആരാന്നറിഞ്ഞ് ആ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നീ ദൈവത്തെ ആരാധിപ്പാൻ കയറി വന്നാൽ അവിടെ നിന്ന് അടുത്തു വരുന്നതേ വെറും ഒരു അവസ്ഥയ്ക്ക് വേണ്ടി വരുന്ന ഒരു ഔദാര്യമായിരിക്കത്തില്ല. അതോറിറ്റിയോടെ നിൽപ്പാൻ വാഴുവാൻ തക്കവണ്ണം നിന്നെ ശക്തീകരിക്കുന്ന ഒരു പൊൻചെങ്കോൽ നിനക്ക് നേരെ നീളും. അതാ സങ്കീർത്തനത്തിനകത്ത് വായിച്ചത്, നിന്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സീയോനിൽ നിന്ന് നീട്ടും, നീ ദേശത്തിന്റെ മേൽ വാഴുക. കർത്താവിങ്കൽ നിന്ന് ചെങ്കോൽ നീണ്ടു വന്നാലേ ഹല്ലേലൂയ വാഴുവാൻ തക്കവണ്ണം ഹല്ലേലൂയ നമ്മൾ ശക്തരായി തീരും. ഹല്ലേലൂയ വാഴുവാൻ തക്കവണ്ണം ഹല്ലേലൂയ. ഈ ചെങ്കോൽ നീളണോ? ചിലതിൻ്റെ മുമ്പിൽ നമ്മൾ പിടിച്ചു നിൽക്കണം. ഈ ചെങ്കോൽ വീഴണമോ, നീണ്ടു വരണമോ? ചില പ്രശ്നങ്ങളെ അവഗണിച്ച് നമുക്ക് ലഭിക്കാവുന്ന ചില എന്തു പറയാ സേഫ് പോയിന്റുകളെ വിട്ടുകളഞ്ഞിച്ച് നിൽക്കേണ്ടി വരും. ഹല്ലേലൂയ. ചിലപ്പോൾ നിന്ന വരും, പരിഹാസം വരും, ജീവന് പോലും ആപത്ത് വരും. എസ്തർ പറയും ഞാൻ പോകും, എന്നെ ഏൽപ്പിച്ച എൻ്റെ നിയോഗത്തിന് വേണ്ടി പൊൻചെങ്കോല് ദൈവം നീട്ടി എസ്തറിന് വേണ്ടി. എന്താ പ്രകലെന്നറിയാമോ? പ്രാർത്ഥന ഉണ്ടോ? പ്രാർത്ഥന. എസ്തർ ആ പ്രശ്നത്തെ നേരിട്ടത് ഹല്ലേലൂയ ഒന്ന് പ്രാർത്ഥനയോടെയാ, രണ്ട് ധൈര്യത്തോടെ നേരിട്ടു. ഹല്ലേലൂയ, ആമേൻ. പല വിഷയങ്ങൾക്കകത്ത് നമ്മൾ തോറ്റുവാനുള്ള പ്രാർത്ഥന കുറവല്ല, നമ്മൾ ആ പ്രശ്നത്തെ നേരിടുന്ന നമ്മുടെ മനോഭാവമാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്നെ മനസ്സിലാകുമെന്ന് എനിക്ക് എത്രത്തോളം ഈ ആശയം നിങ്ങളിൽ എത്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല.
പല വിഷയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കാത്തോണ്ടല്ല പരാജയപ്പെട്ടു പോയത്. ആ വിഷയത്തെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു മനോഭാവമുണ്ട്. ഹല്ലേലൂയ, ആമേൻ. എന്നൊക്കെ ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഒരു മനോഭാവം. പ്രശ്നത്തെ എങ്ങനെ നേരിടേണ്ടേ? എങ്ങനെ നേരിടണം പ്രശ്നത്തെ? അയ്യോ എന്ന് പറഞ്ഞ് പേടിച്ചിട്ടല്ല പ്രശ്നത്തെ നേരിടേണ്ടേ. പ്രാർത്ഥിക്കുന്ന, വിശ്വസിക്കുന്ന, കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു ദൈവപൈതൽ ധൈര്യത്തോടെ, വിശ്വാസത്തോടെ, സന്തോഷത്തോടെ പ്രശ്നത്തെ നേരിടണം. ഹല്ലേലൂയ. ഇതേ വലിയ കൈയടിക്കുന്ന പ്രസംഗമല്ല. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരിക. നമ്മൾ നേരിടുന്ന രീതി ഭയം, ആകുലത, ഹല്ലേലൂയ, പിന്നെ എന്തു പറയാ, ടെൻഷൻ, പിറുപിറുപ്പ്, ഇതൊക്കെ നമ്മൾ പലപ്പോഴും പ്രശ്നത്തെ നേരിടുന്നത്. ഹല്ലേലൂയ, ആമേൻ. ധൈര്യത്തോടെ നേരിടുക, വിശ്വാസത്തോടെ നേരിടുക, പ്രാർത്ഥനയോടെ നേരിടുക, സന്തോഷത്തോടെ നേരിടുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഞാൻ പറയുന്ന ആശയം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ധൈര്യത്തോടെ നേരിടണം. ആരെപ്പോലെന്നറിയാമോ? ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും പോലെ. ഹല്ലേലൂയ. അവർ തീച്ചൂള കണ്ടു, കാലുമുട്ട് വിറച്ചില്ല. ഹല്ലേലൂയ. കാലുമുട്ട് വിറച്ചോ? ഇല്ല. എസ്തറിനോട് ചോദിക്ക, ആമേൻ, മുമ്പിൽ വാളല്ലേ ഉയർന്നെന്നേ? അതെ, പക്ഷെ പ്രാർത്ഥനയുണ്ട്, ധൈര്യമുണ്ട്. ഞാൻ ചെന്ന് കയറി കർത്താവ് എനിക്ക് വേണ്ടി പൊൻചോങ്കൽ നീൽപ്പിച്ചു അഹശ്വേരോശിനെ കൊണ്ട്. ഹല്ലേലൂയ. അവൻ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും പറയും, അവൻ തീച്ചൂളയ്ക്ക് ചൂട് കൂടുതലാക്കി, പക്ഷെ എന്നാലും ഞങ്ങൾ ഭയപ്പെട്ടില്ല, ഞങ്ങൾ ധൈര്യത്തോടെ അതിനെ നേരിട്ടു. അന്നേരം അവർ മുഴങ്കാൽ മടക്കിയെന്നോ പ്രാർത്ഥിച്ചെന്നോ പറഞ്ഞിട്ടില്ല, പക്ഷെ ധൈര്യത്തോടെ അവരുടെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ വിഷയത്തെ അവർ നേരിടുകയാണ്. അവർ പറയുക, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഞങ്ങൾ തീച്ചൂള ഞങ്ങളെ ദഹിപ്പിച്ചാലും ഇല്ലെങ്കിലും ആമേൻ, ഞങ്ങൾ നെബൂഖദ്നേസർ നിർത്തിയ സ്വർണ്ണ ബിംബത്തെ നമസ്കരിക്കത്തില്ല. ഹല്ലേലൂയ, ആമേൻ. തിരിച്ചറിഞ്ഞാട്ടെ. ഹല്ലേലൂയ. യോസേഫ് നേരിട്ടു, അവൻ വാഗ്ദത്തത്തിന്, എൻ്റെ നിയോഗത്തിന് വേണ്ടി മുമ്പിലേക്കുള്ള യാത്രയെ സന്തോഷത്തോടെ നേരിട്ടു. ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നങ്ങളെ നേരിടുന്ന മനോഭാവം എങ്ങനായിരിക്കുന്നു? ഒരു 90% പേരിലും എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ? പിറുപിറുപ്പാ വരുന്നേ. ആ 2 കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർക്കൊക്കെ ഉറക്കം വന്നെന്ന് തോന്നിയോണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞേ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പ്രശ്നങ്ങൾ നേരിടുന്നത് പിറുപിറുപ്പിലൂടെയാണ്. ഹല്ലേലൂയ. പക്ഷെ യോസേഫിന്റെ മെത്തേഡ് പിറുപിറുപ്പായിരുന്നില്ല. യോസേഫ് സന്തോഷത്തോടെ നേരിട്ടു. നിങ്ങൾ ചോദിക്കും, സിസ്റ്റർ അതിന് എന്താ അതിൻ്റെ തെളിവുണ്ടോ സിസ്റ്റർ? ഞാൻ പറയും ഉണ്ട്. ഹല്ലേലൂയ. നമ്മളെ ഇഷ്ടത്തോടൊരു പ്രവൃത്തി ചെയ്താൽ എങ്ങനെ ഇരിക്കും? പെർഫെക്റ്റ് ആയിരിക്കും. ആമേൻ. നമ്മുടെ സഹോദരിമാരൊക്കെ മുറ്റം അടിക്കുന്നവരാണല്ലോ, അല്ലേ? നല്ല മനസ്സോടെ, നല്ല ഉത്സാഹത്തോടെ നമ്മളടിക്കുമ്പോൾ അടിക്കും. പിള്ളേരുടെ കാര്യം നോക്ക്. മുറ്റമടിച്ചാൽ എങ്ങനെ മുറ്റമടിക്കും? എൻ്റെ അമ്മയുടെ ഭാഷയിൽ പറഞ്ഞാൽ മുറ്റത്ത് ചോറിട്ട് കഴിക്കാം. ഞാനേ മടിച്ചായിരുന്നു. ചില ദിവസങ്ങൾ ഉത്സാഹം വരും, അന്നേരം നല്ല നീറ്റായിട്ട് മുറ്റമടിക്കും. ഹല്ലേലൂയ. ഞാൻ എന്നെ പറയുമ്പോൾ നിങ്ങൾക്കാർക്കും പരാതിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ എന്നെ തന്നെ ഏറ്റവും കൂടുതൽ ആയുധമാക്കുന്നത്. ഓക്കെ, നല്ല നീറ്റായിട്ട് മുറ്റമടിക്കും. ചില സമയത്താണെങ്കിൽ ചെയ്യാൻ ഒട്ടും താല്പര്യം കാണത്തില്ല, അന്നേരം വഴക്ക് പറഞ്ഞിട്ട് മുറ്റം അടിക്കാൻ പഠിക്കുന്നത്. അന്ന് പിന്നെ ചൂലെടുത്ത് അങ്ങോട്ട് 2 അടി ഇങ്ങോട്ട് 2 അടി വന്ന് നോക്കുമ്പോൾ ഇതെന്താവോ ചെയ്തെന്ന് എന്നോട് ചോദിക്കും. ഹല്ലേലൂയ. എന്താ കാര്യം? ആ വിഷയത്തെ നമ്മൾ നേരിടുന്ന, ആ ജോലിയെ നമ്മൾ ചെയ്യുന്ന രീതി അല്ലേ? യോസേഫ് അപ്പന്റെ ഇഷ്ടപുത്രനായ അപ്പന്റെ വലത്തുഭാഗത്തിരുന്നവനാ, ആണോ അല്ലേ? നല്ലൊരു അങ്കി, നല്ല ഭക്ഷണം, നല്ല കരുതൽ, നല്ല നിലവാരത്തിലിരുന്ന മനുഷ്യനെ അടിമച്ചങ്ങലക്കകത്തോട്ടിടുമ്പം എന്തായിരിക്കണമായിരുന്നു യോസേഫിന്റെ മനോഭാവം? അപ്പൻ്റെ അടുത്ത് ഇരിക്കേണ്ട എന്നെ കൊണ്ടുവന്നേണ്ട അടിമച്ചങ്ങലക്കകത്ത് ഞാൻ ജോലി ചെയ്യുന്നു, അതല്ലായിരുന്നു. പക്ഷെ അങ്ങനെ ആയിരിക്കണമായിരുന്നു. പക്ഷെ യോസേഫിന്റെ മനോഭാവം അതായിരുന്നില്ല.
താൻ ആ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോഴും, താൻ അടിമ ചങ്ങലയ്ക്കകത്തായിരിക്കുമ്പോഴും യോസേപ്പിന് പറയാനൊന്നുണ്ടായിരുന്നു. അല്ല, ഞാൻ ചെയ്യുന്നത് അവൻ സന്തോഷത്തോടെ ചെയ്യും. താൻ ചെയ്യുന്ന കൈകളുടെ പ്രവൃത്തിയെ ദൈവം അനുഗ്രഹിച്ചെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരൊറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. താൻ എന്താണോ ചെയ്തത്, തൻ്റെ സാഹചര്യം നോക്കാതെ പൂർണ്ണ മനസ്സോടെ താൻ ആയിരുന്ന സാഹചര്യത്തെ സ്നേഹിച്ചുകൊണ്ട് സന്തോഷത്തോടെ ചെയ്തു. വചനം പറയുന്നു, യോസേപ്പ് മുഖാന്തരം ആമേൻ പോത്തിഫേറിന്റെ മിസ്രീമിന്റെ ഭവനത്തെ ദൈവം അനുഗ്രഹിച്ചു. വയലിൽ അനുഗ്രഹം വന്നപ്പോഴാണ് വീട്ടിനകത്തോട്ട് യോസേപ്പിന് അനുവാദം കൊടുത്തേ. ഹല്ലേലൂയ. വയലിൽ എന്ന് വെച്ചാൽ കൈ തൊട്ടടുത്തെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു, ചെയ്തതെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. വർധന വന്നു. എവിടോട്ട് വന്നു? അടുത്ത് അവൻ തൻ്റെ ഭവനത്തിനകത്തോട്ട് കൊണ്ടുവന്നു. എവിടൊക്കെ യോസേപ്പ് പോയോ അവിടെല്ലാം സന്തുഷ്ട മനോഭാവത്തോടെ പോയി. നമ്മളാണ് ആ പ്രതിസന്ധിയെ നേരിട്ടിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു എന്ന് ചിന്തിച്ചു നോക്ക്. യജമാനന്മാരോടെല്ലാം ദേഷ്യം കാണിക്കും. നമ്മുടെ പ്രശ്നത്തിന് മുമ്പിൽ നിൽക്കുന്നവരെ സകല പേരെയും കുറ്റം പറയും. ഹല്ലേലൂയ. ആരും കുറ്റം പറയാത്തവരുണ്ടോ അതിനകത്ത്? ഹല്ലേലൂയ. ആരും കയ്യർത്തൂല. ആമേൻ. കുറ്റം പറയും. ആമേൻ. പക്ഷെ യോസേപ്പ് ആരെയും കുറ്റം പറഞ്ഞില്ല, സഹോദരന്മാരെ കുറ്റം പറഞ്ഞില്ല. അത് പിന്നീട് പോലും ഒടുവിൽ സഹോദരന്മാരെ കാണുമ്പോൾ പോലും യോസേപ്പ് എന്ത് ചെയ്തില്ല? പറയുക, നിങ്ങൾക്ക് മുന്നേ ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചതാ. നമ്മുടെ പ്രശ്നത്തെ നേരിടുന്ന മനോഭാവം എങ്ങനെയാണ്? പകൽക്കാലം തിരിച്ചു തറഞ്ഞേ നിങ്ങൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കിയേ, ഞാൻ എങ്ങനെ ഒരു പ്രശ്നത്തെ നേരിടുന്നേ? ഞാൻ എങ്ങനെ ഒരു പ്രതിസന്ധിയെ നേരിടുന്നത്? ഹല്ലേലൂയ. പ്രാർത്ഥന കൊണ്ട് നേരിടണം, സന്തുഷ്ടിയുള്ള മനോഭാവത്തോടെ. വചനം പറയുന്നത് എന്താ? ക്രിസ്തുവിലെ, ഫിലിപ്പിയർക്കെതിരെ ലേഖനം, ക്രിസ്തുവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. ഹല്ലേലൂയ. സാഹചര്യം പറയും സന്തോഷിക്കാൻ അനുവദിക്കത്തില്ലെന്ന്, പക്ഷെ അന്നേരവും പറയണം, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുള്ളത് കൊണ്ട് ഞാൻ തളർന്നു പോകത്തില്ല, ഞാൻ തോറ്റു പോകത്തില്ല. എനിക്ക് വേണ്ടി ഒരുവനുണ്ട്, എൻ്റെ സങ്കടത്തെ മാറ്റുന്നവൻ, എൻ്റെ വേദനയെ മാറ്റുന്നവൻ. ആമേൻ. സന്തോഷത്തോടെ ചിലതിനെ ഫേസ് ചെയ്യണം, സന്തോഷത്തോടെ ചിലതിനെ ഫേസ് ചെയ്യണം. ഇന്ന് പകൽക്കാലം പറയാൻ പറ്റുമോ? ഞാൻ പറയാം, സന്തോഷത്തോടെ നമ്മൾ അതിനെ ഫേസ് ചെയ്യുമ്പോൾ പിശാച് തോൽക്കും. ഹല്ലേലൂയ. ആമേൻ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു ദോഷത്തിന് വേണ്ടി ഞാൻ കരഞ്ഞു കാണാൻ വേണ്ടി ഒരാൾ എനിക്ക് പ്രതികൂലമായിട്ടൊന്ന് ചെയ്തു എന്ന് ചിന്തിക്കുക. ഹല്ലേലൂയ. പക്ഷേ അന്നേരവും അതെന്നെ വിഷമിപ്പിക്കുന്ന ഒരു വിഷയമായി വന്നില്ല. ഞാൻ ഹാപ്പി ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? എനിക്ക് നേരെ ദോഷം ചെയ്ത ആ വ്യക്തി ലജ്ജിച്ചു പോകും. മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് നേരെ ദോഷം ചെയ്ത വ്യക്തി ലജ്ജിച്ചു പോകും. നിങ്ങൾക്ക് വിരോധമായ പിശാച് ഒരു ആയുധം എടുക്കുകയാണ്. നിങ്ങൾ അതിനകത്ത് സന്തോഷത്തോടെ ഫേസ് ചെയ്യാൻ പിശാച് പറയും, ഇവന്റെ അടുത്ത് ഒരു കളിയും നടക്കത്തില്ല. ഇവനെ നിങ്ങളുടെ പിശാചിന് ഇഷ്ടം നമ്മുടെ സങ്കടം കാണാനാ, പിശാചിന് ഇഷ്ടം നമ്മുടെ തോൽവി കാണാനാ, പിശാചിന് ഇഷ്ടം നമ്മൾ കരയുന്നത് കാണാനാ. ഹല്ലേലൂയ. അന്നേരം നമ്മൾ ആ വിഷയത്തിനകത്ത് അവൻ കരഞ്ഞുകൊണ്ടിരിക്കാതെ പ്രാർത്ഥനയോടെ, ഇതും എനിക്ക് വേണ്ടി നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരുവനുണ്ട്, ഇതെല്ലാം എൻ്റെ സാക്ഷ്യങ്ങളാണ്, ഇതെല്ലാം എൻ്റെ കിടക്കേട് നടക്കുന്നത് പോലെ ഒരു വേള ഞാൻ ഇന്ന് കടന്നു പോകുന്ന സകല സാഹചര്യങ്ങളും എനിക്ക് സാക്ഷ്യങ്ങളാണെന്ന് പറയുന്നവരുണ്ടോ? സന്തോഷത്തോടെ അതിനെ ഫേസ് ചെയ്യുമ്പോൾ പിശാച് തോൽക്കും, പിശാച് തോൽക്കും. നമ്മളായിരിക്കും അതിനെ വാഴുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയും, സന്തോഷമുള്ളൊരു മനോഭാവത്തോടെ പ്രശ്നങ്ങളെ നേരിടുവാൻ കഴിഞ്ഞാൽ നമ്മൾ തകർന്നു കാണണമെന്നും കരയണമെന്നും ആഗ്രഹിക്കുന്ന ആ മണ്ഡലങ്ങൾ ലജ്ജിച്ചു പോകാനിടയായിത്തീരും. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, 86-ാം സങ്കീർത്തനം ഒടുവിലത്തെ വാക്യത്തിനകത്ത്, യഹോവേ, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായ ഒരടയാളം എനിക്ക് വേണ്ടി ചെയ്യണം. ഇന്ന് പകൽക്കാലം സ്വർഗം നമ്മൾ തോറ്റുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമല്ല, നമ്മൾ കരയണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമല്ല. പിശാച് നമ്മളെ കരയിപ്പിക്കുവാൻ തക്കവണ്ണം, തോൽപ്പിച്ചു കളയുവാൻ തക്കവണ്ണം പദ്ധതി ഒരുക്കുമ്പോൾ ആ സാഹചര്യങ്ങളെ നോക്കി സന്തോഷത്തോടെ ഫേസ് ചെയ്യുവാൻ ഇന്ന് പകൽക്കാലം നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് വിരോധമായി നിൽക്കുന്ന ശത്രുവിൻ്റെ മണ്ഡലം ലജ്ജിച്ചു പോകാനിടയായിത്തീരും. ഹല്ലേലൂയ. ഈ മനോഭാവത്തോടെ പ്രശ്നത്തെ നമ്മൾ ഫേസ് ചെയ്താൽ
ഒന്നിന് നമ്മളെ തോൽപ്പിക്കാൻ കഴിയാത്തതുപോലെ നമ്മൾ പുറത്തു വരുവാനിടയായിത്തീരും. കർത്താവ് നമുക്ക് വേണ്ടി ഒരു പൊൻചെങ്കോൽ നീട്ടുന്നുണ്ട്. അത് അധികാരത്തിൻ്റെ പൊൻചെങ്കോലാണ്. ഹല്ലേലൂയ, ആമേൻ. അധികാരത്തിൻ്റെ പൊൻചെങ്കോലാണ്. ആ ചെങ്കോൽ നമ്മുടെ കയ്യിലുള്ളിടത്തോളം പിശാചിന് നമ്മളെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. ആ ചെങ്കോൽ ദൈവം നമുക്ക് വേണ്ടി നീട്ടിയിരിക്കുന്നിടത്തോളം പിശാചിന് നമ്മളെ ഒതുക്കാൻ കഴിയത്തില്ല. ആമേൻ. കൃപയുടെ ചെങ്കോൽ. ദൈവത്തിന് മനുഷ്യനോട് കൃപ തോന്നിയിട്ട് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി അയക്കപ്പെട്ട യേശുവാകുന്ന ചെങ്കോൽ. അത് നമുക്ക് വേണ്ടി ഉള്ളിടത്തോളം ഒരു ശത്രുവിന് നമ്മളെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഇത് അധികാരത്തിൻ്റെ ചെങ്കോലാണ്. തോറ്റുപോകാതെ നമ്മളെ നിർത്തുന്ന ആമേൻ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് വേണ്ടിയുണ്ട്. ഇന്ന് പകൽക്കാലം പറയാൻ പറ്റും, കർത്താവേ, ഞാൻ പ്രാർത്ഥന കൊണ്ട് പ്രശ്നത്തെ നേരിടുവാൻ പോവുകയാണ്. ഞാൻ സന്തുഷ്ട മനോഭാവം കൊണ്ട് പ്രശ്നത്തെ നേരിടാൻ പോവുക. ഞാൻ സന്തോഷത്തോടെ ചില പ്രശ്നങ്ങളെ നേരിടാൻ പോവുക. ഇനി ഒന്നിൻ്റെ മുൻപിൽ ഞാൻ കരയത്തില്ല. എൻ്റെ ജീവിതത്തിനകത്ത് പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ സന്തോഷത്തോടെ ഞാൻ ചിലതിനെ ഫേസ് ചെയ്യാൻ പോവുക. പ്രശ്നം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞേ, പ്രതികൂലം ഇല്ലെന്നല്ല. പക്ഷെ അതിൻ്റെ നടുവിലും നമ്മളെ നിർത്തുന്ന നമുക്ക് വേണ്ടി നീട്ടപ്പെടുന്നൊരു ചെങ്കോലുണ്ട്. ഒരു നിമിഷം കണ്ണുകളെ മൂടാമോ? ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമോ? നമുക്ക് വേണ്ടി സിയോനിൽ നിന്ന് ഒരു പൊൻചെങ്കോൽ ദൈവം നീട്ടുകയാണ്. ഇന്ന് വരെ അടയ്ക്കുവാണ് പ്രശ്നങ്ങളെ ആമേൻ ജയിക്കുവാൻ തക്കവണ്ണം നമ്മളെ നിർത്തുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം. ഇന്ന് വരെ നമ്മളെ ഒതുക്കിക്കളഞ്ഞ വിഷയങ്ങളുടെ മുൻപിൽ നമ്മളെ നിർത്തുന്ന ഒരു ദൈവത്തിൻ്റെ ശക്തി. ഇന്ന് പകൽക്കാലം പറയാൻ പറ്റും, കഥാവേ, ഞാൻ ലോകത്തിൻ്റെ മുഖത്തേക്കല്ല നോക്കുന്നത്. എൻ്റെ മുൻപിൽ ചില നിയോഗങ്ങളുണ്ട്. എൻ്റെ ജീവനെ വകവയ്ക്കാതെ, എൻ്റെ സന്തോഷത്തെ നോക്കാതെ ഞാൻ ആ നിയോഗത്തിന് വേണ്ടി നിൽക്കുവാൻ താല്പര്യപ്പെടുന്നു. എസ്തർ പറയുക, ഞാൻ എൻ്റെ ജീവന് വിലമതിക്കത്തില്ല. എനിക്കറിയാം ഞാൻ എൻ്റെ കർത്താവിനെ അവൻ എൻ്റെ മേൽ കിടക്കുന്ന നിയോഗത്തിന് വേണ്ടി നിൽക്കുകയാണ്. അവൻ തൻ ധൈര്യത്തോടെ അവൻ രാജാവിൻ്റെ മുൻപിലേക്ക് കയറി ചെന്ന് ഇസ്രായേലിനെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം അവൻ തന്നെ ദൈവം ഉപയോഗപ്പെടുത്തിയെങ്കിൽ ഇന്ന് പകൽക്കാലം സ്വർഗം നിങ്ങളെ കണ്ടിരിക്കുന്ന നിയോഗങ്ങൾക്കായി സ്വർഗം നിങ്ങളെ പുറത്തെടുക്കുവാൻ താല്പര്യപ്പെടുന്നു. കർത്താവേ, ഞാൻ അങ്ങയുടെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവർ കടന്നു പോകുന്ന ചില പ്രതിസന്ധികൾ, ചില പ്രതികൂലങ്ങൾ അതിൻ്റെ മുൻപിൽ തോറ്റുപോകാനല്ല, സന്തോഷ മനോഭാവത്തോടെ ചിലതിനെ ജയിച്ചു പുറത്തു വരുവാൻ ദൈവം തൻ്റെ ജനത്തെ സഹായിച്ചാട്ടെ. അങ്ങയുടെ കരങ്ങളിലേക്കടി ഞങ്ങളുടെ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ബലഹീനതകൾ മാറണം. ഇന്ന് കടന്നു പോകുന്ന പിറുവിറുക്കുന്ന ആമേൻ ഞരങ്ങുന്ന മേഖലയ്ക്കകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ പ്രത്യാശയായ ക്രിസ്തുവിനെ നോക്കി ക്രിസ്തുവിൽ സന്തോഷിച്ചുകൊണ്ട് സകല പ്രശ്നങ്ങളെയും അനായാസം കൈകാര്യം ചെയ്യുവാൻ, സകലത്തെയും വാഴുന്ന ഒരു മനോഭാവത്തിലേക്ക് വരുവാൻ സ്വർഗം അങ്ങയുടെ മക്കളെ സഹായിച്ചാട്ടെ. സ്വർഗം അടിയങ്ങളെ സഹായിച്ചാട്ടെ. അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. മഹത്വം കൂടെ ഇരിക്കണം. സാന്നിധ്യത്തിൻ്റെ മറവിൽ പൊതിഞ്ഞാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ.